കർത്താവിൻ്റെ മഹത്വം പുത്തൻ പ്രതീക്ഷകളോടെ പുതിയ വർഷത്തിലേക്ക് പ്രവേശിച്ച എല്ലാ മാന്യ ശ്രോതാക്കൾക്കും വേഗം വരുന്ന യേശുക്രിസ്തുവിൻ്റെ അനുഗ്രഹീത നാമത്തിൽ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. കഴിഞ്ഞ ഒരു സംവത്സരം ദൈവം ജയത്തോടെ നമ്മെ നടത്തി. അനവധി അനർത്ഥങ്ങളും കഷ്ടങ്ങളും കാണുമാറാക്കിയവൻ നമ്മെ വീണ്ടും ജീവിപ്പിച്ചു. അവിടുത്തെ മഹത്വം നമുക്ക് വേണ്ടി വെളിപ്പെടുത്തി. എല്ലാ രാജ്യങ്ങളിലും ഇരുന്ന് ഈ വചനം ശ്രദ്ധിച്ച പ്രിയപ്പെട്ടവർ, GCC കൺട്രീസിൽ, അമേരിക്കൻ ഐക്യനാടുകൾ, ഇന്ത്യ, ഇസ്രായേൽ, എല്ലാ രാജ്യങ്ങളിലും ഇരുന്ന് വളരെ ശക്തിയോടെ വചനം കേട്ട് ആത്മാവിൽ ബലപ്പെട്ട പ്രിയപ്പെട്ടവരോട് ഞങ്ങളുടെ നന്ദി അറിയിക്കുന്നു. കഴിഞ്ഞ നാളിൽ നിങ്ങളുടെ പ്രാർത്ഥന ഞങ്ങൾക്ക് ഒത്തിരി അനുഗ്രഹമായിരുന്നു. എല്ലാ പ്രിയപ്പെട്ടവരോടും പ്രത്യേകം നന്ദി അറിയിക്കുന്നു. ഞങ്ങളുടെ കുടുംബത്തിൻ്റെ, ചർച്ചിൻ്റെയും എല്ലാവിധ ന്യൂ ഇയർ ഗ്രീറ്റിംഗ്സും നേരുന്നു. ദൈവമായ കർത്താവ് നിങ്ങളെ പുതിയ വർഷത്തിൽ അനുഗ്രഹിക്കട്ടെ, ആശീർവദിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഉന്നതനും ഉയർന്നിരിക്കുന്നവനും ശാശ്വതവാസിയും പരിശുദ്ധ നാമമുണ്ട് ഉയർത്തുന്ന കൃപകളും അനുഗ്രഹങ്ങളും വാഴ്വുകളും സമാധാനവും സ്വസ്ഥതയും സമൃദ്ധിയും ആത്മാവിൻ്റെ നിറവും കൊണ്ട് നിങ്ങളെല്ലാവരെയും നിറയ്ക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. പ്രിയരെ, കഴിഞ്ഞ ഒരു വർഷത്തെ തിരിഞ്ഞു നോക്കിയിട്ട് നമുക്ക് പറയാൻ കഴിയണം, ഇത്രത്തോളം യഹോവ സഹായിച്ചു, ഇത്രത്തോളം ദൈവം നടത്തിയ വിധങ്ങൾ അതിശ്രേഷ്ഠമാണ്. എല്ലാമുള്ളവരെ പോലെ ദൈവം നമ്മളെ നടത്തിയില്ലേ, വീഴാതെ കൊണ്ട് നമ്മെ സൂക്ഷിച്ചില്ലേ. തന്ന ഈ പുതിയ വർഷത്തിനായി നമുക്ക് സ്തോത്രം ചെയ്യാം. സംവത്സരങ്ങളെ നന്മ കൊണ്ട് അലങ്കരിക്കുന്ന ദൈവം ഈ പുതിയ സംവത്സരത്തെ അനുഗ്രഹിക്കട്ടെ. മരുഭൂമിയിലെ പുൽപ്പുറങ്ങൾ പുഷ്ടി പൊഴിക്കട്ടെ, കുന്നുകൾ ഉല്ലാസം ധരിക്കട്ടെ. ഉയരത്തിലെ എല്ലാ വാഴ്വുകളാലും അവിടുത്തെ ശബ്ദത്താലും നമുക്ക് നിറയണം. സ്വർഗത്തിലെ സകലവിധ ആത്മീയ അനുഗ്രഹങ്ങളാലും നമ്മെ നിറയ്ക്കാമെന്ന് പറഞ്ഞ ദൈവത്തിൻ്റെ ശബ്ദം എല്ലാ ദിവസവും കേൾക്കണം. അവിടുത്തെ വചനത്തിൻ്റെ ആജ്ഞ അനുസരിക്കുന്ന വീരന്മാരായി തീരണം. അവിടുത്തെ വരവിനായി നമുക്കൊരുങ്ങണം. ഒരു വർഷം കൊണ്ട് നമ്മുടെ കർത്താവിൻ്റെ വരവിനോട് നമ്മൾ അടുത്തു എന്ന പ്രത്യാശ നമുക്ക് എപ്പോഴും ഉണ്ടാവണം. വരാനുള്ളവൻ വരും, താമസിക്കുകയില്ല. ധൈര്യത്തോടെ പ്രഖ്യാപിക്കണം, എൻ്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും. കരം പിടിച്ച് നടത്തിയ ദൈവത്തിൻ്റെ വിശ്വസ്തത എത്രയോ ശ്രേഷ്ഠമായിരുന്നു. തീർന്നു എന്ന് ചിന്തിച്ച കഴിഞ്ഞ നാളുകളിൽ, മാസങ്ങളിലൊക്കെ ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട് എന്ന് പറഞ്ഞ ദൈവം ഈ പുതിയ വർഷത്തെ നോക്കി വിളിച്ചു പറയുന്നു, കരുതുന്ന ഒരു ദൈവമുണ്ട്. ചുറ്റുപാടുകളെ നോക്കി വിളിച്ചു പറയണം, യഹോവ എൻ്റെ നിസ്സിയാണ്, യഹോവ എൻ്റെ ജയത്തിൻ്റെ കൊടിയാണ്. അതുകൊണ്ട് ധൈര്യത്തോടെ നമുക്ക് ഒരുമിച്ച് പറയാം, ഞങ്ങൾ ഞങ്ങളുടെ ദൈവത്തിൻ്റെ നാമത്തിൽ കൊടി ഉയർത്തും. ഈ പുതിയ വർഷത്തിൽ വിടുതലിൻ്റെ കൊടി, വിജയത്തിൻ്റെ കൊടി ദൈവം നമുക്ക് നൽകിയിരിക്കുകയാണ്. അവനെൻ്റെ മീതെ പിടിച്ചിരുന്ന കൊടി സ്നേഹത്തിൻ്റെതായിരുന്നു എന്ന് പറയുന്നത് പോലെ ആ സ്നേഹത്തിൻ്റെ കൊടി കീഴിൽ നമുക്കായിരിക്കാം. വീഴാതെ കൊണ്ട് നമ്മെ അവിടുന്ന് സൂക്ഷിച്ച് നടത്തും. ദുഷ്ടങ്ങളിൽ ദൈവം നമ്മളെ കാക്കും. ഒരനർത്ഥം, ഒരു ബാധയും നമ്മുടെ കൂടാരത്തിനടുക്കുകയില്ല. ഈ പുതിയ വർഷം ദൈവത്തോട് പറ്റിയിരിക്കുവാൻ അവിടെ നമ്മെ വിടുവിക്കും. ദൈവത്തെ അറിയേണ്ടതുപോലെ അറിവിൻ, അവിടെ നമ്മെ ഉയർത്തും. ഒരു ശക്തിക്ക് നമ്മളെ തോൽപ്പിക്കാൻ കഴിയില്ല സഹോദരങ്ങളെ. പാമ്പുകളെയും തേളുകളെയും ശത്രുവിൻ്റെ സകല ബലത്തെയും ചവിട്ടാൻ അവിടെ നമുക്ക് അധികാരം നൽകിയിട്ടുണ്ട്. ജയത്തോടെ നമുക്ക് പുതിയ വർഷത്തിലേക്ക് പ്രവേശിക്കാം. ലോകത്ത് അനേക അനിഷ്ട സംഭവങ്ങൾ നടക്കുമ്പോഴും അത് കണ്ട് ഭയപ്പെടാതെ നിവർന്ന തലകളെ പൊക്കി നമ്മുടെ ദൈവത്തിൻ്റെ വരവിനായി നമുക്കൊരുങ്ങാം. വരാനുള്ളവൻ വരും, താമസിക്കുകയില്ല. ഇന്നലകളിൽ ഇറങ്ങി വന്ന ദൈവം ഇന്നും നടത്തും, മേലാലും നടത്തും. അവിടുന്ന് വിളിച്ചു പറഞ്ഞു, ലോകത്തിൻ്റെ അവസാനത്തോളം എല്ലാ നാളും ഞാൻ നിങ്ങളോട് കൂടെ ഇരിക്കും. ആ ദൈവമാണ് പുതിയ വർഷത്തിലേക്ക് നമ്മൾ നടത്തിയത്. വർഷങ്ങൾക്ക് പ്രാധാന്യമില്ല, പക്ഷെ നടത്തിയ വിധങ്ങൾക്ക് സ്തോത്രം ചെയ്യണം. കൊണ്ടുവന്ന വഴികളോർത്ത് തിരിഞ്ഞെന്ന് പറയണ, കർത്താവേ അങ്ങേക്ക് മഹത്വം, അങ്ങേക്ക് മഹത്വം, അങ്ങേക്ക് മഹത്വം. തുടക്കം കണ്ട അനേകർ ഒടുക്കം കാണാൻ ഈ ഭൂമിയിലില്ലാതിരുന്നപ്പോൾ ഒടുക്കം വരെ ദൈവം നമ്മളെ സൂക്ഷിച്ചില്ലേ? അടുത്ത ദിവസത്തിലേക്ക് നമ്മൾ നടത്തിയില്ലേ? ഈ സംവത്സരത്തിലേക്ക് കരം പിടിച്ചില്ലേ? അതിനായി ദൈവത്തിന് സ്തോത്രം ചെയ്യണം. എല്ലാം ദൈവത്തിൻ്റെ ദാനമാണ്. പറഞ്ഞു തീരാത്ത ദാനങ്ങൾ നിമിത്തം ഈ പുതിയ വർഷവും നമുക്ക് സ്തോത്രം ചെയ്ത് ദൈവത്തെ മഹത്വപ്പെടുത്താം. അവിടെ നല്ലവനല്ലോ. തിരിഞ്ഞു നിന്നിട്ട് പറ, ഞങ്ങളുടെ താഴ്ച ഞങ്ങളെ ഓർത്ത, ഞങ്ങളുടെ വൈരിയുടെ വിടുവിച്ച,
സകല ജഡത്തിനും ആഹാരം കൊടുക്കുന്ന സർവശക്തനായ ദൈവത്തിന് സ്തോത്രം ചെയ്യാൻ തയ്യാറാകട്ടെ. ആവർത്തന പുസ്തകം 15 അധ്യായം 12 വാക്യം, നിന്റെ ദൈവമായ യഹോവ പരിപാലിക്കുന്നതുമായ ദേശമാകുന്നു. ആണ്ടിന്റെ ആരംഭം മുതൽ അവസാനം വരെ നിന്റെ ദൈവമായ യഹോവയുടെ ദൃഷ്ടി എപ്പോഴും അതിന്മേലിരിക്കുന്നു. പ്രിയരെ, ഈ പ്രഭാതത്തിൽ ഈ പുതിയ വർഷത്തിൻ്റെ ആദ്യ മണിക്കൂറിൽ പറയാനുള്ളത്, ആണ്ടിൻ്റെ ആരംഭം മുതൽ അവസാനം വരെ ദൈവത്തിൻ്റെ ദൃഷ്ടി നമ്മുടെ മേലുണ്ടാവും, നമ്മുടെ തലമുറയുടെ മേലുണ്ടാവും, ദൈവസഭയുടെ മേലുണ്ടാകും, അഭിഷക്തന്മാരുടെ മേലുണ്ടാകും. ആവർത്തിച്ച് പറയുന്നു, ആണ്ടിൻ്റെ ആരംഭം മുതൽ അവസാനം വരെ ദൈവത്തിൻ്റെ ദൃഷ്ടി നമ്മുടെ മേലുണ്ടാകും. അവിടുന്ന് ദൃഷ്ടി വെച്ച് നമുക്ക് ആലോചന പറഞ്ഞു തരും. വഴി ഇതാകുന്നു, ഇതിലെ പൊയ്ക്കൊള്ളുക എന്നുള്ള ഇമ്പസ്വരം നമ്മെ ഈ പുതിയ വർഷത്തിനും കേൾപ്പിക്കും. ദൈവശബ്ദം കേൾക്കാൻ, അവിടുത്തെ ആജ്ഞ അനുസരിക്കുന്ന വീരന്മാരായി തീരാൻ, ദൈവത്തിൽ നിന്ന് പ്രാപിക്കാൻ, കൃപാവരങ്ങൾ ഏറ്റെടുക്കാൻ, പ്രാർത്ഥനാ മനുഷ്യരായി തീരാൻ, വചനപ്രകാരം ജീവിക്കാൻ എല്ലാവരെയും ഈ പുതിയ വർഷം ദൈവം ഇടയാക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം സൂക്ഷിക്കും നമ്മളെ. ആണ്ടിൻ്റെ ആരംഭം മുതൽ നമ്മൾ പോകുന്ന ഇടത്ത് ദൈവത്തിൻ്റെ ദൃഷ്ടിയുണ്ട്. നമ്മൾ നിൽക്കുന്ന ഇടത്തുണ്ട്, നമ്മൾ ചലിക്കുന്ന ഇടത്തുണ്ട്. അവിടുന്നാണ് നമ്മളെ സൂക്ഷിക്കുന്നത്, അവിടുന്നാണ് നമ്മളെ നടത്തുന്നത്, അവിടുന്നാണ് നമ്മളെ ശക്തീകരിക്കുന്നത്. ശക്തീകരിക്കുന്ന ദൈവം, വലുതാക്കുന്ന ദൈവം നമ്മോട് കൂടെയുണ്ട്. നിങ്ങളുടെ തലമുറയെ ആണ്ടിൻ്റെ ആരംഭം മുതൽ പരിപാലിക്കാൻ, നിങ്ങളുടെ ശരീരത്തെ പരിപാലിക്കാൻ, നിങ്ങളുടെ കുടുംബജീവിതത്തെ പരിപാലിക്കാൻ ദൈവം കൂടെയുണ്ട്. ആണ്ടിൻ്റെ ആരംഭം മുതൽ നിന്റെ ദൈവമായ യഹോവയുടെ ദൃഷ്ടി എപ്പോഴും അതിന്മേലിരിക്കും. നിന്റെ സകല വിഷയത്തിന്മേലും ദൈവത്തിൻ്റെ ദൃഷ്ടിയുണ്ട്. അവിടെ നിനക്ക് സ്വസ്ഥത നൽകുന്ന ദൈവമാണ്. മോശയോട് പറഞ്ഞതുപോലെ, എൻ്റെ സാന്നിധ്യം നിനക്ക് മുമ്പായി പുറപ്പെടും, ഞാൻ നിനക്ക് സ്വസ്ഥത നൽകും. ആരംഭത്തിങ്കിൽ തന്നെ അവസാനം അറിയുന്നവൻ, പൂർവ്വകാലത്ത് തന്നെ വില സംഭവിക്കാനുള്ള ദൈവം നിങ്ങളോട് കൂടെയുണ്ട്. ആ ദൈവിക സമാധാനം കൊണ്ട് ദൈവം നിങ്ങൾ നിറയ്ക്കും. ഒന്നിനെക്കുറിച്ചും ഈ പുതിയ വർഷം വിചാരപ്പെടരുത്. നടത്താമെന്ന് പറഞ്ഞവൻ സർവശക്തനാണ്. എന്തായി തീരുമെന്ന് നിങ്ങൾ ചിന്തിച്ച് വ്യാകുലപ്പെടരുത്. നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടെ ദൈവത്തോട് അറിയിക്കൂ. അവിടുന്ന് അത്ഭുതം ചെയ്യും. ദൈവത്തിൻ്റെ കരം നിങ്ങളോട് കൂടെയിരിക്കും. തലമുറ തലമുറയായി അവിടുന്ന് നമ്മുടെ സങ്കേതമായിരിക്കും. ആ ദൈവം നിങ്ങളെ കാക്കും. ദുഷ്ടങ്ങളിൽ അകപ്പെടാതെ കൊണ്ട് നിങ്ങളെ കാക്കും. ധൈര്യത്തോടെ ഈ വർഷത്തിൻ്റെ പ്രാരംഭത്തിൽ നമുക്ക് ഒരുമിച്ച് പറയാം, ഞാൻ ആരെ വിശ്വസിച്ചിരിക്കുന്നതെന്ന് എനിക്കറിയാം. ആ ദിവസം വരെ എന്നെ കാക്കാൻ അവിടുന്ന് ശക്തനാണ്. ആണ്ടിൻ്റെ ആരംഭം മുതൽ അവസാനം വരെ പ്രാർത്ഥിച്ച് തുടങ്ങൂ. ഞങ്ങളുടെ ദൃഷ്ടി ഞങ്ങളുടെ മേലിരിക്കണമേ. എല്ലാവരും ഒരു നിമിഷം കണ്ണുകളടച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. ഈ പുതിയ വർഷം എല്ലാ വിടുതലുകളും, ആത്മാവിൻ്റെ കരുത്ത് നമുക്ക് വേണം. പ്രാർത്ഥനയുടെ ഒരു ആത്മാവ് നമുക്ക് വേണം. വചനം കൂടുതൽ ധ്യാനിക്കണം. ദൈവത്തോട് പറ്റിയിരിക്കണം. ദൈവ പൈതലായി തീരണം. അഭിഷേകത്താൽ എന്നെ നിറയ്ക്കണം. എത്ര പേർ പ്രാർത്ഥിച്ചു തുടങ്ങും? എനിക്കൊരു ആത്മീയ വളർച്ച ആവശ്യമുണ്ട്. നമ്മുടെ ശരീരം വളരുന്നു, വർഷങ്ങൾ ഓരോന്ന് കഴിയുന്നു. ആത്മീയ വളർച്ച എങ്ങനെയുണ്ട്? പരിശുദ്ധാത്മാവ് ചോദിക്കുന്നു. ഈ പുതിയ വർഷം ദൈവത്തിൻ്റെ ദൃഷ്ടി നമ്മുടെ പേരുണ്ട്. നമ്മൾ ദൈവമായിട്ടുള്ള കണക്ഷനിലേക്ക് കടന്നു വരാം. എല്ലാവരും ഒരു നിമിഷം ഒന്ന് സ്തോത്രം ചെയ്താട്ടാ. കർത്താവേ, എന്നെ നിന്ന് നിറയ്ക്കണമേ. ഈ പുതിയ സംവത്സരത്തിൻ്റെ ആദ്യത്തെ മിനിറ്റുകൾ നമ്മൾ പ്രാർത്ഥിച്ചു തുടങ്ങും. ദൈവശക്തി നിങ്ങളുടെ മേൽ. നിങ്ങൾ ഏത് രാജ്യത്തുമായിരിക്കട്ടെ, ദൈവം നിങ്ങളുടെ തലമുറകളെ ആയിരിക്കുന്ന രാജ്യങ്ങൾ, നിങ്ങളുടെ വാർദ്ധക്യ മാതാപിതാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കൂ. അഭിഷക്തന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കൂ. നിങ്ങളുടെ തലമുറകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കൂ. നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കൂ. യേശു പറഞ്ഞതുപോലെ നിങ്ങളെയും നിങ്ങളുടെ മക്കളെയും ചൊല്ലി കരയുകയും. ഈ പുതിയ വർഷം ഒരു വലിയ വിടുതലിൻ്റെ വർഷമാകട്ടെ. ആത്മാവിൻ്റെ മാരി ചൊരിയുന്ന വർഷമാകട്ടെ. ദൈവശബ്ദം കേൾക്കുന്ന വർഷമാകട്ടെ. വചനത്തിൻ്റെ ഇടപെടലിൻ്റെ വർഷമാകട്ടെ. എല്ലാവരും ഒന്ന് സ്തോത്രം ചെയ്താട്ടെ. സർവശക്തിയുള്ള ഞങ്ങളുടെ ദൈവമേ, സ്വർഗത്തിലും ഭൂമിയിലും സകലവിധ അധികാരവും ലഭിച്ച വാഴ്ത്തപ്പെട്ട കർത്താവേ, കഴിഞ്ഞ ഒരു സംവത്സരം ഞങ്ങളെ വിട്ട് കടന്നുപോയി. ജയത്തോടെ ഞങ്ങളെ നടത്തി. അങ്ങനെ സാന്നിധ്യം ഇറങ്ങി വന്നു. ഭയപ്പെടേണ്ട എന്ന് പറഞ്ഞ ശബ്ദം ഞങ്ങളെ കേൾപ്പിച്ചു. അവിടുത്തെ കരം പിടിച്ച് ഞങ്ങൾ നടത്തി. ഈ പുതിയ വർഷം ഞങ്ങൾക്ക് ദാനമായി നൽകിയതിന് സ്തോത്രം. സംവത്സരങ്ങളെ ദൈവം അനുഗ്രഹിക്കണമേ. ആത്മാവിൻ്റെ മാരി പെയ്ക്കണമേ. അഭിഷേകത്താൽ ഞങ്ങൾ നിറയ്ക്കണമേ. ഈ പുതിയ സംവത്സരങ്ങളുടെ വാർത്തയ്ക്ക് മാതാപിതാക്കളെല്ലാം അനുഗ്രഹിക്കപ്പെടട്ടെ. ദീർഘായുസ് കൊണ്ട് അവർ തൃപ്തരാകട്ടെ. അഭിഷേകത്താൽ നിറയാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു.
യേശുവിൻ നാമത്തിൽ എല്ലാ അഭിഷക്ത ദാസിദാസന്മാരെയും ലോക രാജ്യങ്ങൾ അവരെ ഉപയോഗിക്കണമേ. അവരെ കൊണ്ട് വൻ കാര്യങ്ങൾ ചെയ്യിപ്പിക്കാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ തലമുറകളെല്ലാം ഈ വർഷം അനുഗ്രഹിക്കപ്പെടട്ടെ. പരിശുദ്ധാത്മ ശക്തിയാൽ നിറയട്ടെ. ഞങ്ങളുടെ പുത്രന്മാരും പ്രവചിക്കട്ടെ. ഞങ്ങളുടെ യൗവനക്കാർ ദർശനങ്ങൾ ദർശിക്കട്ടെ. ഞങ്ങളുടെ വൃദ്ധന്മാർ സ്വപ്നങ്ങൾ കാണട്ടെ. ഞങ്ങളുടെ സഹോദരന്മാരെ ആത്മാവിനാൽ ബലപ്പെടുത്തണമേ. ഒരിക്കലും അവർ തകർന്നു പോകാനിടയാവാതെ, ക്ഷീണിച്ചു പോകാനിടയാവാതെ, ക്ഷീണിച്ചിരിക്കുന്നവർ ശക്തി നൽകുന്ന, ബലമില്ലാത്തവർ ബലം വർദ്ധിപ്പിക്കുന്ന ദൈവത്തിൻ്റെ കാര്യം ഈ ദിവസങ്ങൾ അവരെ തലോടണം എന്ന് പ്രാർത്ഥിക്കുന്നു. കുടുംബജീവിതം തകർന്നവരൊക്കെ പണിയപ്പെടുന്ന വർഷമാക്കണമേ. എല്ലാവരുടെ കുടുംബത്തിൽ വസിക്കുമാറാക്കുന്ന വർഷമാക്കണം. വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിക്കേണ്ടവർ വിവാഹ ജീവിതത്തിലേക്ക് ഈ വർഷത്തിൻ്റെ തുടക്കം തന്നെ പ്രവേശിക്കട്ടെ. സാമ്പത്തികമായി തകർന്നവർ ഇന്ന് പോൽ വിടുവിക്കപ്പെടട്ടെ. മാനസികമായി മുറിവേൽക്കപ്പെട്ടവർ കർത്താവേ മുറിവ് കെട്ടപ്പെട്ടവരായി മനം തകർന്നവരെ സൗഖ്യമാക്കി അവരുടെ മുറിവുകളെ കെട്ടുന്ന ദൈവത്തിൻ്റെ കാര്യം അവർ മേൽ വെളിപ്പെടാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സാമ്പത്തിക തകർച്ചകൾ യേശുവിൻ്റെ നാമത്തിൽ മാറട്ടെ. ധനവും മാനവും പുരാതന സമ്പത്തും നീതിമുള്ളവൻ്റെ കരങ്ങളിൽ ഞങ്ങൾ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അടഞ്ഞ വാതിൽ നസന യേശുവിൻ്റെ നാമത്തിൽ ഈ വർഷത്തിൻ്റെ തുടക്കത്തിൽ തന്നെ ഓപ്പൺ ആകട്ടെ. ആത്മാവിൽ സഞ്ചരിക്കട്ടെ. വചനത്തിന്റെ ശക്തിയാൽ അവർ നിറയട്ടെ. പരിശുദ്ധാത്മ ശക്തിയാൽ അവർ നയിക്കപ്പെടട്ടെ. പ്രാർത്ഥനയുടെ ആത്മാവർക്ക് നൽകണമേ. കൃപാവരങ്ങൾ കൊണ്ട് അവരെ നിറയ്ക്കണമേ. ഒന്നിലും മുട്ടില്ലാതെ ജയത്തോടെ നടത്താൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. എല്ലാ പ്രിയപ്പെട്ടവരെ ഞങ്ങൾ അനുഗ്രഹിക്കുന്നു. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങൾ അവരെ കൊണ്ട് വൻ കാര്യങ്ങൾ ചെയ്യിക്കാൻ ഞങ്ങൾ അങ്ങോട്ട് പ്രാർത്ഥിക്കുന്നു. കഷ്ടമോ നഷ്ടമോ കെടുതികളോ ക്ലേശങ്ങളോ ഇല്ലാതെ കൃപയിൽ എല്ലാവരെയും ഈ പുതിയ വർഷം മറയ്ക്കാൻ പ്രാർത്ഥിക്കുന്നു. അവിടെ നിന്ന് അങ്ങനെ ചെയ്തിരിക്കാൻ സ്തോത്രം. സകല മഹത്വം അങ്ങേക്ക് യേശുവിൻ നാമത്തന്നെ ആമേൻ ആമേൻ. ക്രിസ്തുവിൽ വത്സല്യ സഹോദരങ്ങളെ, ധൈര്യത്തോടെ ബലത്തോടെ ആത്മശക്തിയോടെ പുതുവർഷത്തിലേക്ക് നമ്മൾ പ്രവേശിച്ചല്ലോ. എല്ലാ അനുഗ്രഹങ്ങളാലും കൃപാവരങ്ങളാലും ദൈവം നിങ്ങളെ നിറയ്ക്കട്ടെ. നിങ്ങളുടെ കുടുംബത്തെ അനുഗ്രഹിക്കട്ടെ. തലമുറകൾ ആത്മാവിൽ ശക്തരാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ക്രിസ്തുവിൽ നിങ്ങളുടെ സഹോദരൻ ബിജു മേൻ.